നമ്മുടെ കോൺക്രീറ്റ് സ്ട്രോങ് ആവാനായിട്ട് കമ്പിയെല്ലാം ചേട്ടന്മാർ കെട്ടുകയാണ്. അപ്പോൾ നാളെ രാവിലെ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. ഫുൾ കമ്പിയെല്ലാം ഇന്ന് തന്നെ കെട്ടിക്കഴിയും. അങ്ങനെ ചേട്ടന്മാർ ധൃതിയിൽ കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങി. ഇന്നത്തെ മഴ കാര്യമാക്കണ്ട, നാളെ മഴ ഉണ്ടാവില്ല എന്ന് കരുതി ചേട്ടന്മാർ കാര്യമായിട്ട് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ മഴ ഉറച്ചു. എങ്കിലും രാവിലെ കോൺക്രീറ്റ് ചെയ്യേണ്ടല്ല എന്ന് കരുതിയിട്ട് ചേട്ടന്മാർ ഫുൾ കെട്ടിക്കഴിഞ്ഞിട്ടാണ് സ്ഥലം വിട്ടത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇന്ന് കോൺക്രീറ്റ് ചെയ്യേണ്ട ദിവസം. ഇനി ഞാൻ ഭയങ്കര ബിസിയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ബാക്ക് സൈഡിൽ കോൺക്രീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സാധാരണ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ടല്ലോ അവർക്ക്. അപ്പോൾ ഞങ്ങൾക്ക് അവർ കുറച്ച് 6-7 പേരെന്തോ ഉള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ചിക്കനൊക്കെ വെച്ച് പൊറോട്ട വാങ്ങുകയോ ഫ്രൈഡ് റൈസ് വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഭയങ്കര തിരക്കിലാണ്. അമ്മ വരാമെന്ന് പറഞ്ഞു. അമ്മ വീട്ടിൽ നിന്നൊക്കെ ഇനി എത്തുമ്പോൾ എത്ര മണിയാവുമെന്ന് അറിയില്ല. അപ്പോൾ രാവിലെ നമ്മുടെ പരിപാടി തുടങ്ങിയാലല്ലേ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കഴിയത്തുള്ളൂ. അവർ പണി കഴിയുമ്പോൾ നമ്മുടെ ജോലിയും കഴിയണമെങ്കിൽ രാവിലെ തന്നെ തുടങ്ങണ്ടേ. അവർ 7 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ കണ്ടീഷൻ വളരെ മോശമാണ്. നല്ല മഴയുണ്ട് കേട്ടോ. മഴ ഉള്ളപ്പോൾ ഇങ്ങനെ ചെയ്യും. മഴ ഇങ്ങനെ പൊടിഞ്ഞ് നിൽപ്പുണ്ട്. എപ്പം നമ്മൾ എന്ത് ചെയ്യാൻ ഇറങ്ങിയാലും മഴയായിരിക്കും കേട്ടോ. അങ്ങനെ മഴയുള്ളതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അവർ വരും. വലിയ മഴയായിട്ടില്ല, ചെറിയ മഴ ഇങ്ങനെ പൊടിഞ്ഞ് തോരാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഇനി വാങ്ങിക്കണം. റൈസ് വെക്കണോ പൊറോട്ട വാങ്ങണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. വെളുത്തുള്ളി എല്ലാം തൊലിച്ചെന്ന് പറഞ്ഞാൽ ഇനി അത് നിങ്ങൾക്ക് തെറിയായിട്ട് തോന്നും. അതുകൊണ്ട് പൊളിച്ച് ഇഞ്ചിയൊക്കെ ചതച്ച് മല്ലിയും മുളകൊക്കെ മൂപ്പിച്ച് വെക്കാം. ചിക്കൻ വയ്ക്കുന്നതിന് ഞാൻ കാണിക്കുന്നില്ല, കാരണം കുറച്ച് തിരക്കാണ്. അവരുടെ ബഹളം ഉണ്ടാവും പുറത്ത്. ഭയങ്കര തട്ടും മുട്ടും ഒക്കെ ആയിരിക്കും തൊട്ട് ബാക്കിലല്ലേ. അപ്പോൾ എന്തായാലും അവർക്ക് ഫുഡ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. അമ്മ എത്തുമ്പോൾ മിക്കവാറും ഇവിടെ എല്ലാം ആവും കേട്ടോ. അപ്പം മഴ നോക്കിയിട്ട് അവർ വരുന്നോ ഇല്ലെന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ബാക്കി പണി. പക്ഷെ എങ്കിലും അടുത്ത ദിവസം അതിന് ചെയ്യുമല്ലോ. അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് മല്ലി മുളകൊക്കെ മൂപ്പിച്ച് വെക്കാം. വേദയ്ക്ക് ഇന്ന് ഭാഗ്യത്തിന് 12 മണി വരെ ക്ലാസ് ഉണ്ട് കേട്ടോ. നമ്മുടെ വെട്ടുകാട് ചർച്ചിൽ ഉത്സവം തുടങ്ങി. അതിൻ്റെ ഇതുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഹോളിഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വേദയ്ക്ക് ഇനി ചോറ് കൊടുത്തുള്ള തിരക്കും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇനി ചിക്കൻ കിട്ടി വാഷ് ചെയ്ത് നമുക്ക് അടുപ്പത്ത് വെച്ചാൽ മാത്രം മതി. ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞു. അത് വേദയ്ക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു. എന്തായാലും ഇന്നത്തെ ബിസി ഡേ നമുക്ക് കണ്ടാലോ. വൈകിട്ടത്തെ ആ മഴ കഴിഞ്ഞ് പിന്നെ ഇന്നലെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ 5 മണിയായപ്പോൾ തുടങ്ങിയൊരു മഴയാണ്. അത് ഭീകര മഴയല്ല, ഇങ്ങനെ പെയ്ത് നിൽക്കുകയാണ്. അത് കാര്യമായിട്ടൊന്ന് പെയ്ത് മാറിയെങ്കിലും വേണ്ടില്ല, അങ്ങനെ പെയ്ത് നമ്മളെ കുഴപ്പിക്കാനുള്ള മഴയാണെന്ന് കാണുമ്പോഴേ മനസ്സിലാവാം കേട്ടോ. എന്തായാലും 7:30 മണിയായപ്പോഴേ നമ്മുടെ ചേട്ടന്മാരെല്ലാം പണിക്ക് വന്നു. 6 പേരുണ്ടായിരുന്നേ. പക്ഷെ എന്ത് ചെയ്യാൻ, ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ പൈസ മുടക്കി ചെയ്യുന്നതല്ലേ. നാളെ ഒരു കാലത്ത് ഇടിഞ്ഞ് വീഴുക അതിൽ കൂടെ ലീക്ക് ആവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചേട്ടന്മാർ വിളിക്കുമ്പോൾ ചേട്ടന്മാർ പറയും, നിങ്ങൾ അന്ന് മഴയത്ത് കോൺക്രീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തിട്ടാണ് അങ്ങനെ വന്നതെന്ന് പറയും. പിന്നെ ഇരട്ടി കാശ് ചിലവ്. അതുകൊണ്ട് നമ്മൾ കരുതി എന്തായാലും ഇന്നിപ്പോൾ ചെയ്യേണ്ട. അവരും പറഞ്ഞു ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു നല്ല തീരുമാനമായിരിക്കില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടൊന്നും ആ മഴയ്ക്കൊരു കുറവുമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ എന്തായാലും നാളെ തന്നെ അടുത്ത ദിവസം ചെയ്യാം. അടുത്ത ദിവസം മഴയില്ലെങ്കിൽ ചെയ്യാമെന്ന് ഒരിതിൽ അവർ പോയി. ഇപ്പം നമ്മൾ താമസമൊന്നും ഇല്ലാത്ത വീടായിരുന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഈ താമസിക്കുന്ന വീട്ടിൽ ഇങ്ങനെ പണിയെല്ലാം ബാക്കിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അത് ആകെ കൂടെ ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാം അവിടെ ഇവിടെയും പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല. 4 സൈഡും സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ബുദ്ധിമുട്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പുറത്ത് നല്ല മഴ. ജോലിക്കാർ വന്നിട്ട് അവർ തിരിച്ചു പോയാട്ടോ മഴ കാരണം. മീൻസ് വലിയ മഴയല്ലെങ്കിൽ പൊടിഞ്ഞ് രാവിലെ മുതൽ നിൽക്കുന്നു. മാറുന്നതില്ല, വെയിലൊട്ടുമില്ല. അതുകൊണ്ട് അവർ പോയി. ഭഗതിന് ചിക്കനൊന്നും വാങ്ങിയില്ല കേട്ടോ. പക്ഷെ ഞാൻ നാളത്തേക്ക് നാളെ ചിലപ്പോൾ മഴ ഇല്ല എങ്കിൽ അവർ വരും. മഴ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ചിക്കനും റൈസും, നമ്മൾ റൈസ് വീട്ടിൽ വയ്ക്കാമെന്നല്ലേ കേട്ടോ. റൈസും ഒക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വയ്ക്കാമെന്നല്ലേ. അപ്പോൾ നാളത്തേക്ക് ജോലി കുറവായിരിക്കുമല്ലോ. അത് പാസ്ത. ഇന്ന് ഉച്ചയ്ക്ക് പാസ്ത മതി എന്ന് കരുതി. എനിക്കും പാസ്ത. അങ്ങനെ പാസ്ത സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയായിരുന്നു കേട്ടോ. ഇത് ഒക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല. അപ്പോഴേക്കും ഇല്ല. നാളെ ജോലി എളുപ്പമുണ്ട്. എല്ലാം അരിഞ്ഞ് പറക്കി സവോളയൊക്കെ വറുത്ത് വെച്ച് സെറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്തു. സവാള അരിഞ്ഞു, വറുത്ത് വെച്ചു, എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു. ഇനി ചിക്കൻ വാങ്ങണം, ചോറ് വെക്കണം, ചിക്കൻ വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും വേദ എത്തി. ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് ഇന്ന് 12 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. വെട്ടുകാട് ചർച്ചിൽ ഉത്സവമായതുകൊണ്ട് അവർ നേരത്തെ വന്നു. ഇന്ന് ട്രിവാൻഡ്രം സിറ്റിക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവാണ്. അങ്ങനെ വേദ വന്നപ്പോഴേക്കും വേദയ്ക്ക് ഇഷ്ടപ്പെട്ട പാസ്ത കൊടുത്തു. വേദ കഴിച്ചു, ഞാനും കഴിച്ചു കേട്ടോ. എന്നിട്ടൊരു ഉറക്കമെല്ലാം ഉറങ്ങി എണീറ്റപ്പോഴേക്കും നമ്മുടെ മഴയെല്ലാം പോയി. കാര്യമായിട്ട് വെയിൽ വരുന്നുണ്ട് കേട്ടോ. ഈ വെയിൽ രാവിലെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വെയിൽ വന്ന സമയം ഞാൻ വേദയുടെ ഷൂസ് കഴുകി ഉണങ്ങാനായിട്ട് വെച്ചേട്ടോ. ആകെ ചെളിയായിട്ട് കിടക്കുകയായിരുന്നു.
എനിക്കിന്നിപ്പോൾ കുറച്ച് സമയം കിട്ടിയോണ്ട് ഞാൻ കരുതി എന്തായാലും ഒന്ന് വാഷ് ചെയ്ത് വെക്കാമെന്ന് പറയും വാഷ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ ഉണങ്ങിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ വെയിൽ വന്നതേ ഉള്ളൂ, കഴുകി വെച്ചിട്ട് ഉണങ്ങിയിട്ടില്ല. നാളത്തെ വെയിലൂടെ ആകുമ്പോൾ ഉണങ്ങിക്കിട്ടും. എന്ത് ക്ലിയർ സ്കൈ ആന്ന് നോക്കിക്കേ. മഴ പെയ്തതാണെന്ന് പറയുമോ രാവിലെ, അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഈ വെയിൽ വേണ്ട, ഈ ഒരു രീതിയിൽ നാളെ ഒരു ഉച്ച വരെ നിന്നാൽ മതിയായിരുന്നു, ഞങ്ങൾ രക്ഷപ്പെട്ടാനെ. ആ ഒരു പ്രാർത്ഥന ഇപ്പോൾ. നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിള്ളേരെല്ലാവരും ഉണ്ട് കേട്ടോ, ദിയയും തേനും വേദയും ഒക്കെ ഉണ്ട്. എല്ലാവരും മുകളിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ വെട്ടുകാട് ചർച്ചിൽ ഉത്സവമായിട്ട് ഉച്ചയ്ക്ക് ശേഷം ട്രിവാൻഡ്രം സിറ്റിക്ക് അവധിയാണ്. അങ്ങനെ വേദ ഉച്ചയ്ക്ക് വന്നു. ദിയയ്ക്കൊന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല, ദിയ ഉണ്ട്. തേനും ഉച്ചയ്ക്ക് വന്നു, തേനും ഉണ്ട്. എല്ലാവരും മുകളിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ മഴയുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങ് വാ, 3 പേര് ഇങ്ങ് വാ. ഷോ വേണ്ട, ഷോ വേണ്ട. ഹായ് പറ 3 പേരും. നിന്റെ മുഖം കാണാനാണ് വിളിച്ച, മുടി കാണാനല്ല. അടുത്ത് നില്ലേ. വേദയോടാണ് അടുത്ത് നിൽക്കാൻ പറഞ്ഞത്. കുഴപ്പമില്ല, അപ്പം ശരിയായി. ഓക്കെ ബൈ, വെച്ചോ. കളിക്കാൻ താമസിച്ചു പോയി, ഇവർ കളിക്കാൻ താമസിച്ചു പോയി, അങ്ങനെ അകത്ത് കയറിപ്പോയി കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ ചെയ്താലോ? എനിക്ക് ചെറിയൊരു തലവേദന പോലെ കേട്ടോ, അതുകൊണ്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യാമെന്ന് കരുതുന്നു. ഗുളിക കഴിച്ചിട്ടും തലവേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇന്നിപ്പോൾ എൻഡ് ചെയ്യാം. എൻ്റെ സംസാരം കേൾക്കുമ്പോഴേ അറിയില്ല, ഒരു വയ്യായിക ഫീലില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് വീഡിയോ എൻഡ് ചെയ്യാം. ഞാൻ ശരിക്കും ഇന്നത്തെ വീഡിയോ കോൺക്രീറ്റ് ചെയ്യുന്നതും അവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ ഇന്നിപ്പോൾ നടന്നില്ല. നാളെ മഴയില്ലെങ്കിൽ നമുക്ക് ആ വീഡിയോ ചെയ്യാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.